അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മുസ്ലിമീങ്ങളെ തകർക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ മുസ്ലിം സമുദായമാണ് അത് ചെയ്യുന്നത്, മുസ്ലിം സമുദായമാണ് അതിലുള്ളത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിവാദത്തിലും ഏർപ്പെടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലേ? ഇപ്പോൾ ലഹരിയുടെ വിഷയം വരുന്നതാണ്. ലഹരിയുടെ വിഷയത്തിലേക്ക് വരാം. ലഹരിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ 80% മുസ്ലിമീങ്ങളാണ് ഉള്ളത്. മദ്രസ പഠിച്ച ആൾക്കാരാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള തുടരുന്ന കാര്യങ്ങളാണ് മുസ്ലിമീങ്ങളുടെ എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ശരിക്കും എല്ലാ സമൂഹത്തിൻ്റെ ആൾക്കാർക്കും എത്തേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാട്സപ്പിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതിൽ നിങ്ങളുടെ നമ്പർ ഒരിക്കലും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാനടക്കം നിങ്ങളുടെ നമ്പർ കാണാൻ കഴിയില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു ചാനലാണിത്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതിലാണ് ഞാൻ ചില അപ്ഡേറ്റ്സൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ അൻസാരി ജോഹരി ഉസ്താദിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ മറുപടി കൊടുക്കുന്നതിൽ ഞാൻ കണ്ടെടുത്തോളം നമ്പർ 1 ആളാണ് ഈ അൻസാരി ജോഹരി. കാരണം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് റിയാക്ട് ചെയ്യുന്നതായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ട് നല്ലോണം അടുപ്പമുള്ള ഒരാളെന്ന് വെച്ചാൽ അൻസാരി ജോഹരി ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ 3 വീഡിയോസാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പ്ലേ ചെയ്യുന്നത് കുറച്ച് സ്പീഡ് കൂടിയിട്ടായിരിക്കും ഞാൻ പ്ലേ ചെയ്യുന്നത്. കാരണം വീഡിയോ കുറേ ലെന്തി ആയി പോകും. ആയതുകൊണ്ടാണ് ഈ വീഡിയോയുടെ പ്ലേ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിക്കേണ്ടത് എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി ഇടുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നൊന്നായിട്ട് നോക്കാം. ഈ അടുത്ത് വരുന്ന വാർത്തകളിലൊക്കെ നോക്കിക്കോളൂ. നാർക്കോട്ടിക് കേസുകളിലൊക്കെ ഈ പിടിക്കപ്പെടുന്ന ഈ ആൺകുട്ടികൾ ഓൾമോസ്റ്റ് ഇവർക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഫാക്ട് അല്ലേ അത്. ഓൾമോസ്റ്റ് 100 കേസ് പിടിച്ചാൽ മോർ ദാൻ 80% ഈ സോ കോൾഡ് വിഭാഗത്തിൽ നിന്നാണ്. നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കരിമുൻ കാലമാടൻ ഫ്രം വടുവച്ചാങ്കോവിൽ. കേരളത്തിൽ കൊലപാതക കേസിലും മയക്കുമരുന്ന് കേസിലും പിടിക്കപ്പെടുന്നതിൽ 90% മുസ്ലിമീങ്ങളാണെന്ന കരിമുൻ കാലയുടെ പ്രസ്താവനയെ തുടർന്ന് ഇന്റർപോൾ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതികളുടെ വിലവിവര പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യമായി ഒരു രാജ്യസ്നേഹിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാകാം ഇന്നത്തെ വാർത്ത. പാക് ചാര സംഘടനയ്ക്ക് സൈനിക രഹസ്യവിവരങ്ങൾ കൈമാറി യുപിയിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഫിറോസാബാദിലെ ഹസ്രത്പൂർ ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത്. മുക്കാ ചക്രത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കുറ്റപ്പെടുത്ത ഈ ധീര രാജ്യസ്നേഹി യുവാവ് രവീന്ദ്രകുമാറിന് ഈ വർഷത്തെ വടക്കേടത്താമ അവാർഡ് കൊടുക്കണമെന്ന് മുമ്പ് ഇതേ കേസിൽ പിടിക്കപ്പെട്ട രാജ്യസ്നേഹികൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അത് പരിഗണിക്കണമെന്ന ആവശ്യം അവർ ഊന്നി പറയുന്നു. അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. പോലീസിനെ കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത. MDMA മരദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ MDMA മരദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. എറണാകുളം വാതുരുത്തി സ്വദേശി വിനു ആന്റണി 38-നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം അബ്ദുൾ ഷുക്കൂറി എന്ന വ്യക്തിയുടെ അയൽവാസിയാണ്. ആന്റണിയെ വിട്ടിട്ട് അബ്ദുൾ ഷുക്കൂറിനെ പിടിക്കാൻ നിർദ്ദേശം. ഇപ്പോൾ കിട്ടിയ വാർത്ത, എടപ്പള്ളിയിലെ മാളിൽ ഷോപ്പ് മാനേജർ 7 മണി കഴിഞ്ഞാൽ രാസലഹരി വിൽപ്പന. പ്രതി റോണി വീണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാളിൽ ഇന്നലെ ഒരു മുസ്ലിം യുവാവ് ഷോപ്പിംഗിന് വന്നതായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂർ തളിപ്പറമ്പിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ഇന്റർപോൾ തെരയുന്ന കൊടും കുറ്റവാളി അലക്സസ് വർക്കരയിലെ ഹോം സ്റ്റേയിൽ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഇന്റർപോൾ തെരഞ്ഞ ലുത്തിയാന സ്വദേശി കേരളത്തിൽ നിന്ന് പിടിയിലായി. അലക്സസിന്റെ താമസിച്ചിരുന്നത് വർക്കരയിലെ ഹോം സ്റ്റേയിൽ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന യുവതിയെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. KSRC ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന പ്രീതുജി നായർ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ KJ സന്തോഷം സംഘവും ചേർന്നാണ് ചെക്ക് പോസ്റ്റ് ബസ് തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ പരിങ്ങിയ പ്രീതുവിന്റെ കയ്യിൽ കഞ്ചാവ് പൊതി കണ്ടെത്തുകയായിരുന്നു.
എന്നാൽ ഇതിൽ വിചിത്രമായുള്ളത് ഈ പ്രീതുജി നായരുടെ കൂടെ അബ്ദുൽ ഷുക്കൂറും അബ്ദുൽ ജബ്ബാറും ഇല്ല എന്ന തീരാനഷ്ടവും വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. MDMA ലീഡറെ ബാംഗ്ലൂരിലെത്തിപ്പൊക്കി കേരള പോലീസ്. അറസ്റ്റിലായ സഞ്ജു ആർ പിള്ളക്ക് രാജ്യാന്തര ലഹരി കടത്ത് ബന്ധമെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന് അബ്ദുൽ ഷുക്കൂറുമായോ അബ്ദുൽ മനാഫുമായോ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ സമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു. ഓമശ്ശേരിയിൽ MDMAയുമായി യുവ ഡോക്ടർ പിടിയിൽ. വാർത്തകൾ വിശദമായി. ഓമശ്ശേരിയിൽ MDMA ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കിയാലോ. അൻസാരി ജോലിയുടെ മറുപടിയൊക്കെ നല്ല അടിപൊളിയാണ്. അൻസാരി ജോലിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് കമന്റിലൂടെ അടിച്ചേ. നമസ്കാരം. 25 ന്യൂസിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ദൈവത്തിന്റെ സ്വന്തം നാടായ ശാന്തസുന്ദര കേരളം മയക്കുമരുന്ന് മാഫിയയുടെ ഹബ്ബായി മാറുന്നു. ഒടുവിൽ നമ്മൾ ഞെട്ടിക്കുന്ന വാർത്ത, തിരുവനന്തപുരം കല്ലമ്പലത്ത് കിടപ്പരോഗിയായ 22 വയസ്സുള്ള സ്വന്തം മാതാവിനെ 45 വയസ്സുള്ള മകൻ ക്രൂര പീഡനത്തിൽ ഇരയാക്കിയ വാർത്തയാണ് കേരളത്തെ ഞെട്ടിച്ചത്. ആൺപെൺ വ്യത്യാസമില്ലാതെ യുവതലമുറ രാസലഹരിയിൽ മുങ്ങി. കൺമുമ്പിൽ കാണുന്നത് പെങ്ങളായാലും മാതാവായാലും അച്ഛനായാലും അമ്മയായാലും കുത്തിക്കീറാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ പരുവപ്പെട്ട പൈശാചിക മനസ്സിന്റെ ഉടമകളായി മാറുമ്പോൾ ഒറ്റക്കെട്ടായി കേരള ജനത ഈ തിന്മക്കെതിരെ പോരാടുന്നതിന് പകരം പിടിക്കപ്പെടുന്നവന്റെ ജാതിയും മതവും നോക്കി വർഗവർണ്ണ വ്യത്യാസമായി ജാതി തിരിച്ച് സെൻസസ് എടുത്ത് ഒരു മതത്തിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് കേരള ജനത വർഗീയമായി ഇത് ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്റെയും നിങ്ങളുടെ വീട്ടിൽ ഇത്തരക്കാരായ ആളുകൾ വളർന്നു വരുന്നുണ്ട് എന്ന്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇന്നാണെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലും ഇത്തരം ഒരു ഹതമൻ ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ കേരള ജനത സന്നദ്ധമാകണമെന്ന് അറിയിക്കുന്നു. ഈ തിന്മക്കെതിരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരള ജനത ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ PC ജോർജിന് പിന്നാലെ വിഷൻ GT, മൂവാറ്റുപുഴ ലോക്കൽ സെക്രട്ടറി MJ ഫ്രാൻസിന്റെ വിചിത്രവാദം കേരളത്തിൽ നടക്കുന്ന എല്ലാ ക്രൈമുകളുടെ പിന്നിലും ഒരു സമുദായം മാത്രമാണ് എന്ന വിചിത്രവാദമാണ്. പരിശോധിക്കാൻ നമുക്ക് ഇന്ത്യയിൽ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ക്രൈമുകളുടെ പിന്നിലും മുസ്ലിമീങ്ങൾ മാത്രമാണോ? 25 ന്യൂസ് പരിശോധിക്കുന്നു. വാർത്തകൾ വിശദമായി. കണ്ണൂർ പറശ്ശിനിക്കടവിലെയും തളിപ്പറമ്പിലെയും ലോഡ്ജിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇന്ന് വരെ മദ്രസയിൽ പോകാത്ത യുവ ഡോക്ടറടക്കം 5 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. കണ്ണൂർ പറശ്ശിനിക്കടവിലെയും തളിപ്പറമ്പിലെയും ലോഡ്ജുകളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ യുവ ഡോക്ടർ ഉൾപ്പെടെ 5 പേർ പിടിയിൽ. ഇവർ 5 പേരും മദ്രസയിൽ പൊതുപരീക്ഷ എഴുതാത്തവരാണ്. ആലപ്പുഴ അനുപുരത്തെ ഗൗതം അജിത്ത് 27, മാരാരിക്കുളത്തെ അജിത്ത് റജി 27, KJ ആദിത് 30, PA ഹരികൃഷ്ണൻ 25 എന്നിവരെയാണ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവർ 5 പേരും മദ്രസയിൽ കൊല്ലം പൊതുപരീക്ഷ എഴുതാത്തവരാണ് എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. ഈ സമയം വയനാട്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കൽപ്പറ്റ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ പിടിയിലായി. പെരുമ്പാവൂർ ചുണ്ടക്കുഴി സ്വദേശി പൊക്കമറ്റം വീട്ടിൽ ജയേഷ് 39നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കേരളത്തിന് ആരോഗ്യ മേഖലയിൽ പുതിയ വാതിൽ തുറന്ന് കോട്ടയംകാരൻ ഷെബിൻ. 200 ഗ്രാം കഞ്ചാവുമായി പോലീസ് പൊക്കിയപ്പോഴാണ് കഞ്ചാവിന്റെ ഉള്ളിലെ ഔഷധ ഗുണത്തെക്കുറിച്ച് പോലീസുകാർ കൂടെ പറയുന്നത്. വാർത്തകൾ വിശദമായി. കഞ്ചാവ് വലിച്ചിട്ടാലും വൈലന്റ് ആയിട്ടില്ല സാറേ, കഞ്ചാവ് കിട്ടിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ, കഞ്ചാവ് ഔഷധ ഗുണമുള്ളതാണെന്നും വാദിച്ച് കോട്ടയംകാരൻ ഷെബിന്റെ വാദം, കഞ്ചാവ് പനി പോലുള്ള അസുഖങ്ങൾക്ക് കൂട്ടിയിട്ട് കത്തി ചാവി പിടിച്ചാൽ പനി പമ്പ കടക്കുമെന്ന പുതിയ കണ്ടെത്തലാണ് ഷെബിൻ പങ്കുവച്ചിരിക്കുന്നത്. അത് ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ പുതിയ കുതിപ്പാണെന്ന് കൂടി ഈ സമയം അറിയിക്കുന്നു. ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി ഈ സമയം പുറത്തുവരുന്നു. ഹൈദരാബാദിൽ ക്ഷേത്രത്തിൽ കയറി ജീവനക്കാരന്റെ തലയിൽ ആസിഡ് പിടിച്ച 2 പൂജാരിമാർ അറസ്റ്റിൽ. എന്നാൽ പൂജാരിമാർ പറയുന്നത് ഈ ജീവനക്കാരൻ സ്ഥിരമായിട്ട് കുടിക്കാറില്ല, വെള്ളമാണെന്ന് കരുതി ഒഴിച്ച് നാശമായി പോയതെന്നാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, MDMAയുടെ മൊത്ത വിതരണക്കാരനെ പിടികൂടി കേരള പോലീസ്. പ്രദീപ് BCA വിദ്യാർത്ഥിയാണ്. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂർ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ പോലീസ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നാണ് കേരള പോലീസ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്നതിന്റെ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ എന്ന് കേരള പോലീസ് അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത, MDMA ചോറ് പോലെ വാരിത്തിന്ന മധ്യവയസ്കൻ വിചിത്രവാദവുമായി രംഗത്ത്. PC ജോർജിനെ BJPയുടെ പ്രസിഡന്റാക്കണമെന്ന വിചിത്രവാദവുമായി മാത്യു സാമുവലാണ് രംഗത്തുള്ളത്. ഇദ്ദേഹം ഒരു യൂട്യൂബറാണ്. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് PC ജോർജിനെ എടുക്കുകയാണെങ്കിൽ ഞാൻ 100% നിങ്ങളോട് കമ്മിറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് ഇപ്പൊ പറയാം, വേണമെങ്കിൽ ഒരു പ്രൊഫസിയായിട്ട് പറയാം, BJP അധികാരത്തിൽ വരികയാണ്, 70 സീറ്റ് കിട്ടും. എന്നാൽ മാത്യു സാമുവിന്റെ ഈ അഭിപ്രായം കേട്ട് അപമാനപരം സഹിക്കാൻ വയ്യാതെ BJP അനുഭാവികൾ പറയുന്നത് അദ്ദേഹം അളവിൽ കവിഞ്ഞ് ചോറ് പോലെ MDMA വാരിത്തുന്നതിന്റെ പ്രത്യാഘാതമാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന അഭിപ്രായമാണ് BJP അനുഭാവികൾ പറയുന്നത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഈ സമയം അത്ഭുതകരമായ ഒരു വാർത്ത പുറത്തു വരുന്നു. അങ്കമാലിയിൽ 2 യുവാക്കളെ കഞ്ചാവുമായി പോലീസ് പിടികൂടി. ബൈക്കിൽ കഞ്ചാവുമായി വന്ന ബിരുദ വിദ്യാർത്ഥികളായ വിഷ്ണുവിനെയും കൃഷ്ണമൂർത്തിയുമാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ പ്രതികളെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന പോലീസ് അവിടെ വെച്ചാണ് ശരിക്കും ഞെട്ടിയത്. കാരണം ഇവരുടെ 2 പേരുടെയും ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വരാൻ തുടങ്ങി. വിളിച്ചതിൽ കൂടുതലും പെൺകുട്ടികൾ. ഈ 2 ബിരുദധാരികളായ വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന് വേണ്ടി വിളിച്ചതിൽ അധികവും പെൺകുട്ടികൾ. ഈ രംഗം കണ്ട പോലീസുകാർ അത്ഭുത പരതന്ത്രരായി മാറി എന്നുള്ളതാണ് ഈ വാർത്തയിൽ പുറത്തുവരുന്നത്. ഈ സമയം കൗതുകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈന്റെ പ്രസംഗം കേൾക്കാത്ത ജപ്പാനിലെ മുന്നണി റായിൽ ബ്ലാക്ക് വിശുദ്ധ റമദാനിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ്. മതം മാറ്റത്തിനുള്ള കാരണം വിശദീകരിച്ചു റായിൽ ബ്ലാക്ക്. 8:30 തറാവീഹ് തുടങ്ങേണ്ടതുള്ളതുകൊണ്ടും എന്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ടും ഈ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം.
നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 25 ന്യൂസിലേക്ക് കൃത്യമായി സ്വാഗതം. കേരളത്തിലെ പൊതുമണ്ഡലം മദ്യത്തിൽ മയക്കുമരുന്നും ആറാകുന്നു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന 90% മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നഡി കരിമുക്കാലയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന പി.ടി. ജലീലിന്റെ വിചിത്ര വാദത്തിന് ശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥിയുടെ പേരുവിവര പട്ടിക 25 ന്യൂസ് വാർത്തകൾ വിശദമായി. കൊല്ലത്ത് 10 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടി. ഇരവിപുരം വളത്തുകൾ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത്. ജോർജിന്റെതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും സൈനുദ്ദീന്റെതാണ് ചാക്കിൽ സംശയിക്കപ്പെടുന്നു. വിദഗ്ധ സംഘം ചാക്കിന്റെ ഉടമസ്ഥത്തെ ഉറപ്പായിരുന്നു. ഇപ്പോൾ ലഭ്യമായ വാർത്ത, കളമശ്ശേരി കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ്. മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ. കളമശ്ശേരി കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി അനുരാജ് പിടി. ഇദ്ദേഹം 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഒരു വാർത്ത പുറത്തുവരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാർട്ടിൽ വീട്ടിൽ പരിശോധന. പണം 7 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. കണ്ണൂരിൽ ഹാഷിഷ് യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ്. ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദ്രസയുടെ സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു. കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിൽ. 4 പേരെയും പ്രസംഗ സമയത്ത് പേരിടാത്തതുകൊണ്ട് പേരില്ല. വാർത്തകൾ വിശദമായി. കളമശ്ശേരി ഹോസ്റ്റലിലെ ലഹരി പിന്നാലെ ഊസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന. കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിലായി. എന്നാൽ ഇവർ പ്രസംഗ സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പേരിന്റെ പട്ടിക പുറത്തുവിട്ടില്ല എന്ന കേസും പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് നടത്തുന്ന 2 ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരി മരുന്ന് നടത്തുന്ന 2 ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സർവീസ് ചൊവ്വായൂർ പോലീസിൽ ചേർന്ന് അറസ്റ്റ് ചെയ്തു. കോവിഡ് സ്വദേശി പിലാക്കൽ ഹൗസിൽ പി അനീഷ് 44 അറസ്റ്റിലായത്. മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി നെടുവിളമ്പുരത്തിൽ പി സനൽകുമാറുമാണ്. ഇവർ 2 പേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു. 502 കോടി രൂപയുടെ ലഹരി കടത്തിൽ വിജയൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ. ഇദ്ദേഹം 2 വട്ടം മദ്രസയുടെ പരിസരത്ത് കൂടി പോയി എന്ന് വിദഗ്ധ സംഘം അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ 4 അംഗ മദ്രസ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ 4 അംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പുൽപ്പള്ളി കാപ്പിസെക് സ്വദേശികളായ എരുമപ്പുല്ലിൽ വീട്ടിൽ ഇ പി പ്രണവ് 20, എരുമപ്പുല്ലിൽ വീട്ടിൽ പി ഹർഷ 24, നിരപ്പിൽ വീട്ടിൽ എൻ എ അജിത് 23, കരിക്കല്ലൂർ 3 പാലം സ്വദേശി വട്ടത്തൊടിയിൽ വീട്ടിൽ ആൽബിൻ ജെയിംസ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. ഇവർ 4 പേരും മദ്രസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരാണ് എന്ന് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട്. ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട. 75 കോടി രൂപയുടെ രാസലഹരിയുമായി 2 ദക്ഷിണാഫ്രിക്കൻ സ്വദേശികൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂർ, കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട. ബാംഗ്ലൂർ പോലീസ് 75 കോടി രൂപ വിലമതിക്കുന്ന 37.87 കിലോഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ബാംബ ഫാൻഡെ 31, അബിഗയിൽ അഡോണിസ് 30 എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ 3 വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കണം തോന്നി. ഇതെനിക്ക് വേണമെങ്കിൽ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് കരുതിയിട്ടാണ് ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം കാണിച്ച് ഇതാക്കിയത്. അപ്പോൾ ഇതൊരു പബ്ലിക്കിലേക്ക് എത്തേണ്ടതായ ഒരു വീഡിയോ ആണ്. ഒരു സമൂഹത്തിലേക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഒരു സമൂഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കാണേണ്ട വീഡിയോ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറേ ലോങ്ങായി പോയി എന്ന് അറിയാം. ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ നിർത്താം. മറ്റൊരു കാര്യം, ആരും തന്നെ മറക്കണ്ട, നമ്മുടെ വാട്സപ്പിലുള്ള ആ ഒരു ചാനലിലേക്ക് എല്ലാവരും ജോയിൻ ആവുക. താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.